Ladies and boys, this is your boy Adi Topics and welcome back to an amazing video. അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഞങ്ങളുടെ കുളനട പഞ്ചായത്തിലെ ഒരു പുതിയൊരു പാർക്കാണ്. പുതിയെന്ന് വെച്ചാൽ ഒരു വർഷമായി എങ്കിലും നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് പുതിയതായിട്ട്. ആദ്യമായിട്ട് കാണിക്കുക. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എഗ്ഗറുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ ഉള്ളത്. മഴയാണ്, അതുകൊണ്ട് വെട്ടം കുറവാണ്. എന്തായാലും സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. So guys, I'm gonna show you the most beautiful park in our കുളനട പഞ്ചായത്ത്. ഗാർഡൻ ക്രാട്ടീൻ, പിന്നെ കുരുമുളക്, സ്വാതന്ത്ര്യാനന്തര കേരളം കണ്ട മത്സ്യകന്യ. നമ്മളിവിടെ എഡ്ഗർ ഉണ്ട് കേട്ടോ. അവിടെ കഴിഞ്ഞ ട്രാവൽ സീരീസിന് ശേഷം ഇപ്പോഴാണ് എഡ്ഗർ യൂട്യൂബിൽ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വരുന്നല്ലേ. നമുക്ക് മത്സ്യകന്യ ഇവിടെ വലിയൊരു സംഭവം പണി വഴിയുണ്ടോ? എടാ ഇവന് ഇതിനെ പിടിക്കാന്നോ ചൂണ്ടായിട്ടോണ്ടിരിക്കുന്നേ? എടാ വെറുതെ അല്ല, മീനുണ്ട് അതിനകത്ത്, മീനുണ്ട്. കേട്ടോ ഇതിനടിച്ച് ഫ്രൈ അടിക്കാൻ. അതല്ല ചൂണ്ടൊക്കെ ഇടുന്നത് ഓക്കെ, അവന്റെ ഒരു കൈ ശ്രദ്ധിച്ചാ അതൊന്നും വരെ പിടിക്കാൻ. കൂൺ മഷ്റൂം. എടാ നമ്മള് വഴി തെറ്റിപ്പോയി. നമുക്ക് ഇല്ലം കണ്ടിട്ട് അങ്ങോട്ടോ. സാധാരണ ഈ പണ്ടത്തെ വീടുണ്ടല്ലോ, ഈ നാലുകെട്ട് തറവാട്, അതിന്റെയൊക്കെ ഫ്രണ്ടിലൊരു ഒരു ഓപ്പൺ ഇത് കാണും, ഒരു വാതിൽ. ആ വാതിലാണിത്. ഇത് എഴുത്തച്ഛനാണ് അവിടെ ആണ്. തുളസിത്തറ ഉണ്ട്, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഗൂസ്? ഇതാണ് തുളസിത്തറ. എന്താ അടിപൊളിയല്ലേ? ഈ തുളസിത്തറയുടെ തൊട്ടുപുറയിലാണ് ഈ ഒരു വെടിവട്ടം തറവാട്. എന്താ വെടിവട്ടം തറവാട്? അതായത് അതിന്റെ കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കണം, ഇങ്ങനെ നോക്കിയാൽ കറക്റ്റ് വ്യൂ കിട്ടും. കണ്ട ഇത് കണ്ട ചുമടൊക്കെ എടുത്തോണ്ട് പോകുന്നേ ആ ഒരു സംഭവം. അത് വരും മുമ്പോട്ട് വരുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കുന്നത്. സാധാരണ ഒന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ കടന്നങ്ങ് പോത്തേ ഉള്ളൂ. അതേസമയം ഇവിടെ ഒരു അമ്മച്ചി ഉരൽ ടൈലിനകത്ത് ടൈലടിച്ച് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊരപ്പച്ചനോടെ തൂമ്പയും കൊണ്ട് ഇരിപ്പുണ്ട്. പിന്നെ ഒരു തോട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി. പിന്നെ കുടം വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്ത്. ഇത് മനസ്സിലായ? ഇത് മറ്റേ സാധനം, ഇത് കറങ്ങോടാ, കണ്ടോ? ഇത് കറങ്ങുമ്പോൾ വെള്ളം ഇങ്ങോട്ട് വീഴും. വീണില്ലല്ലോ എവിടെ? അത് തന്നെ, ഇവിടെ കയറി ഇരിക്കണം, എന്നിട്ട് ചവിട്ടണം. ചവിട്ടുമ്പോൾ വെള്ളം ഇതിനകത്തുനിന്ന് ഇപ്പുറത്തോട്ട് വീഴും. പക്ഷെ വീഴാനും മാത്രമുള്ള വെള്ളം വേണം. ഓ ബോയ് സീൻ. ഒന്നൂടെ ഇറക്കി. പൊളിച്ച് ഇതാണ് കാളവണ്ടി. ഇതിനകത്ത് മറ്റേ സാമാനം വെച്ചിട്ട് ഇവിടെ ഒരേ കാള നിൽക്കും. ഒരു സോഡ. കട കാണിച്ചില്ലല്ലോ. കടയുണ്ട്, അതുണ്ട്. തങ്കൻ ചേട്ടൻ്റെ കട. തങ്കൻ ഞാനാടാ ഇല്ലേ? തങ്കൻ ചേട്ടാ എന്തൊക്കെ ഉണ്ട്? പഴം, നാരങ്ങ, മുട്ട, ഗ്ലാസ്, പിന്നെന്താ അതെന്താ വീഡിയോ? ഗോലി സോഡ. മറ്റേ സാധനം എന്തോടത്? മറ്റേ തെറ്റാലി. അത് തന്നെ ഇങ്ങോട്ട് വെച്ച് കല്ലങ്ങോട്ട് വെക്കുക, ഒറ്റയടി അല്ലേ? ഹായ്. ഇത് പാക്കയുണ്ടോ? ഇത് തെറ്റാലി. ഇത് നാരങ്ങ. ഇത് നീ പറയണ 2 വർഷം ഇതെന്താ മനസ്സിലായോ? ചുമ്മാ എരിയടാ ദാസപ്പണ്ണ പുറകെ ദാസപ്പണ്ട ഇതാണ്. ഇതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദാസപ്പണ്ട പൈസപ്പെട്ടിയാ. നീ ചുമ്മാ അത് പറ, പൈസപ്പെട്ടിയത് ഇത്രയൊക്കെ സംഭവം. നീ അതാണ് തപ്പിക്കൊണ്ടിരുന്നത്. അതാ ഞാൻ ആലോചിച്ചു. വെറൈറ്റി മുട്ട കേട്ടാ. മുട്ട റാന്തൽ. അതിന്റെ പേരുണ്ടോ? മുറുക്കാങ്കട പേരൊക്കെ ഉണ്ടല്ലോ.
എഡിറ്റ് ചെയ്യുമ്പോ ഇവിടുന്ന് ഒന്ന് തുടങ്ങിയാൽ മതി കേട്ടോ ഗൈസ്. ഇതിന്റെ പിന്നെ മറ്റേ തേൻമിഠായി അങ്ങനത്തെ പഴയ ഇങ്ങനെ കുപ്പിപ്പാത്രങ്ങളിലുള്ള എല്ലാ സാധനമുണ്ട്. സാധനങ്ങൾ വെച്ചു. യെസ്, ഫോട്ടോ എടുത്തോട്ടോ. യെസ്, ഒരു ഫുൾ സ്ട്രക്ചർ ഇപ്പൊ കാണിച്ചു തരാം. ഇതായിരുന്നു പണ്ടത്തെ സെറ്റപ്പ്. നിങ്ങളത് ഉമ്മ വെക്ക കടം കൊടുക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പാർലേജിയുടെ ബിസ്ക്കറ്റ്. ഇത് മൺകപ്പാട്ടോ, ഇത് മൺകപ്പാണ് പാർലേജിയുടെ ബിസ്ക്കറ്റ്. ഇത് പഴയ സാധനമാണ്. പണ്ടത്തെ കടയിലൊക്കെ ഇങ്ങനെയായിരുന്നു സംഭവങ്ങൾ വെക്കുന്നത്. തീപ്പെട്ടി, ഇത് തീപ്പെട്ടി. മ്യൂസിയം കണ്ട, കണിക്കൊന്ന പൂ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആട്ടോ. അപ്പുറത്ത് നമ്മൾ കയറി വരുന്ന സ്ഥലം തൊട്ട് തുടങ്ങിയ പാത്തിയത്. ഇതാ ഈ പാത്തി എങ്ങ് താഴെ ഇതുണ്ട്. അതിന് മുമ്പ് വേറൊരു സംഭവം കാണിച്ചില്ല. മഞ്ചാടിപ്പെട്ടി. ഇതാണ് മഞ്ചാടി. ഉണ്ട്, ഇത് മഞ്ചാടിയാണ്. ഇവിടെ വെട്ടമില്ല, അതിൻ്റെ ഒരു ശോകം ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് മഞ്ചാടിയാണ് ഇറച്ചിയുണ്ടാവും. ഞങ്ങളവിടെ ഒന്നും കറണ്ടില്ല. കറണ്ട് മരം വീണ് ലൈനിലൂടെ പൊട്ടിയിരിക്കുക. അതുകൊണ്ട് ടാസ്ക്കാണ് കറണ്ട് ഇല്ലാത്തത്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ ഫോണിലും ചാർജ് കുറവ്. അതുകൊണ്ട് പട്ടപ്പട്ടേന്ന്. ഇത് കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് സംഭവം. ഇല്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. പുല്ലാങ്കുഴി, തലപ്പന്ത്, ഗോലികളി, കൊത്തക്കല്ല്, ഈർക്കിൽ കളി, അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത്തള, പിത്തള, തവളാച്ചി എഴുതി വെച്ചേക്കുന്നത്. ഇതും കൊള്ളാം ഇല്ലേ, ഈ സംഭവം നൈസായിട്ടുണ്ട്. മഞ്ചാടി, ഇത് ഞാൻ ആദ്യമായിട്ട് ഈ മഞ്ചാടിയുടെ സാധനങ്ങളാണ്. ഇത് നമുക്ക് കൈനറ്റിക്. ലെറ്റ്സ് ഗോ ഗോയ്സ്. കണ്ട, ഇതാണ് കൈനറ്റിക്. ഇത് അല്ല, ഇത് ഞാൻ ഗിവ് അവേ കൊടുക്കാന്ന് പറഞ്ഞിട്ട് റീലിട്ടെ ഗിവ് അവേ ചെയ്യാൻ പോവാ. 2 ബൈക്ക് നിങ്ങൾക്ക് ഗിവ് അവേ തരാൻ പോവാന്ന് റീല്. ഇത് വണ്ടി ഓടത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാന്നുള്ളതാ. തടിയിൽ തീർത്ത ഊഞ്ഞാലാടി ഒന്ന് ആടിക്കേ. വ്യൂവേഴ്സിന് വേണ്ടി നടുക്കിരിക്കടാ, നടുക്കിരി, ചുമ്മാ ഇരി. BGM ഒക്കെ ഇടാനുള്ളതാ. മംഗലശ്ശേരിയിലേക്ക് കണ്ടിട്ട്. ഇത് മൊത്തം മുളങ്കാടുകളും മുളങ്കാടിനപ്പുറം അച്ചൻകോവിലാറുമാണ്. ഈ അച്ചൻകോവിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പനെ കിട്ടുന്നത് അച്ചൻകോവിലാറിന്റെ തീരത്ത് നിന്നാണ്. പമ്പാ നദിയുടെ തീരത്ത് നിന്ന്. എവിടെയാണ് അയ്യപ്പൻ അയ്യപ്പനെ കിട്ടുന്നത്? കാട്ടീന്ന് ഏതോ ആറിന്റെ തീരത്തു നിന്ന് കിട്ടുന്നത്. കാട്ടിലെ അത് തന്നെ പമ്പ നദി. യെസ്, അല്ല ഇത് മേളിന്ന് കെട്ടി വെച്ച പാത്തിയാ. ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നിട്ട് ഇതിന്റെ അടിയിൽ കൂടെ അപ്പുറത്തോട്ട് പോകും. അങ്ങനെ ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തത്. ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഇത് പണ്ട് മറ്റേ ആളുകൾ നല്ല ഭാരമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ആൾക്കാർ വെയിറ്റ് ഇറക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സാധനം വെക്കുമായിരുന്നു. കല്ല് അതിന്റെ ഉണ്ടെങ്കിൽ വേറൊരു കല്ല് ഹൈറ്റിലായിരുന്നു വെച്ചോണ്ടിരുന്നത്. ഇതിപ്പോ അതിന്റെ ഒരു ചെറിയൊരു ഡെമോർഷൻ. അതുകൊണ്ട് ഇത്ര ചെറുതായിട്ട് കാത്തു വെച്ചിരിക്കുന്നു. ബാത്റൂം കണ്ടതാണ്. ഇവിടെ ഒരു അമ്മച്ചി ചമ്മന്തി അരച്ചോണ്ടിരിക്കുക. കുറച്ച് നാളായിട്ട് ഇവിടെ ചമ്മന്തി അരച്ചോണ്ടിരിക്കുക. വെട്ടമില്ലാത്തോണ്ട് ഞങ്ങൾ ഇത് അരകല്ല്. നിങ്ങൾ എത്ര പേര് ഇപ്പോൾ അരകല്ല് എല്ലാ വീട്ടിലൊക്കെ ഉണ്ടെന്ന് അറിയില്ല, യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. കാരണം എല്ലായിടത്തും ഇപ്പോൾ മിക്സിയാണ്, ഗ്രൈൻഡർ ഒക്കെയാണ്. അതുകൊണ്ട് ഇത് പക്ഷെ ഇത് ആട്ടുകല്ല്. ഇതാണ് ആട്ടുകല്ല്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും അരക്കാൻ എന്തിനാ എണ്ണ? അതെന്തിനാ എണ്ണ? അത് ആട്ടുകല്ല്. ഇത് ഉരൽ. പിന്നെ ഇതും ആട്ടുകല്ലിന്റെ വേറൊരു സംഭവം. ഇത് എന്തോ ഒരു മറ്റേ പൊടിക്കുന്ന സാധനം. ഇതെങ്ങനെ പൊടിക്കുന്ന അതിന്റെ നടുക്കൂടിടും, എന്നിട്ട് പൊടിക്കും. ഇത് കൊള്ളാം കേട്ടോ. ഇത് മറ്റേ ഇത് തന്നെ.
അരയ്ക്കുന്നത്. പിന്നെ ഇവിടെ എന്തൊക്കെ സാധനം ഇരിപ്പുണ്ട്, എന്തൊക്കെ കല്ലൊക്കെയാണ്. പിന്നെ അമ്മച്ചി കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചമ്മന്തി എടുത്തോണ്ടിരിക്കുകയാണ്. ഫീസ് കണ്ടില്ല അല്ലേ? ഞങ്ങള് നിങ്ങളെ അയൽക്കൂട്ടം പദ്ധതിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. വരും. ഇനി നമ്മുടെ പഞ്ചായത്തിലെ ഒരേ ഒരു എന്താ വേറൊരു സുന്ദരിയെ ഞാൻ കണ്ടു. ആദ്യം സുന്ദരി എടുത്തു പോട്ടെ. സുന്ദരി എടുത്തു പോകും. ഷർമ്മയുടെ കട കേട്ടാ. ഇന്ന് പെർഫെക്ഷൻ അല്ലേ? ഇതെല്ലാം ഒറിജിനൽ ആയിരുന്നു എടുത്തോണ്ട് പോകും. നിങ്ങൾക്കൊരു സത്യം അറിയോ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡാ. ഇതിനകത്തിരിക്കുന്ന മൊത്തം ഈ ചേച്ചിയല്ല, ബാക്കി സാധനങ്ങളല്ല അതിനകത്തിരിക്കുന്നതെല്ലാം. തുറക്കാൻ പറ്റുമോ? അതിനകത്തിരിക്കുന്നതെല്ലാം ഇതുപോലെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ്. കണ്ടോ? ഇത് മറ്റേ ടെർമോക്കോളാ കേട്ടോ. തെർമോക്കോൾ ഇത് എല്ലാം ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. പക്ഷേ സംഭവം രസമല്ലേ? അതെ, ലഡു ഇതെല്ലാം സ്പോഞ്ച് ആട്ടാ. വിശന്നിരിക്കുമ്പോൾ ഇതിനകത്ത് വന്ന് കേക്ക് എല്ലാം വാരി പറക്കിയെടുത്ത് കണ്ടിട്ട് പോവാം. വിചാരിക്കണ്ട, എല്ലാം കണ്ടിട്ട് വെള്ളം ഇറക്കിട്ട് പോകും. പപ്സ് ഒക്കെ കാണിച്ചു തരാം. പപ്സ് ഉണ്ട്, ബിസ്ക്കറ്റ് ഒറിജിനൽ ആണോ? തുറന്നു നോക്കി. എടാ മിച്ചറൊക്കെ ഒറിജിനൽ. വാരി പറക്കി തിന്നോണ്ട് പോയായിരുന്നു. എടേ ഒറിജിനൽ ബിസ്ക്കറ്റ്. വിട്ടേക്ക്. അയ്യോ ചേച്ചി അങ്ങോട്ട് നിൽക്കങ്ങോട്ട്. അല്ല, ദീപം കുടുംബശ്രീയുടെ കുസ്മാൻ ചേച്ചിയുടെ കടയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പ്രൊമോഷനായിട്ട് അങ്ങനെ പറയുന്നതല്ല, ഇത് നല്ല സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല, ഇത് ഞാൻ പറഞ്ഞുതരാം. ഫ്രൈറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചേച്ചി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചേച്ചിയുടെ ലഡു, ചേച്ചിയുടെ വെട്ടിയേക്ക്, ചേച്ചിയുടെ ബോക്സ്, പിന്നെ ബ്രെഡ്, പിന്നെ അതുപോലെ സ്പ്രൈറ്റുകൾ, ബിസ്ക്കറ്റുകൾ, പിന്നെ നിറയെ കുറേ സാധനങ്ങൾ, ബിസ്ക്കറ്റ്, അതുപോലെ സ്നാക്സും, അതുപോലെ ഷവർമയുണ്ട്. എല്ലാ സംഭവം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തടി കൊണ്ടുള്ള ഷവർമ. തെർമോക്കോളായിരുന്ന. ഓക്കെ, പീസൊക്കെ കഷ്ണമൊക്കെ തിരിച്ചു പോകുന്നു. നല്ല കണ്ടാലേ നല്ല ഒന്നാം തരം ഷവർമയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചേച്ചി. ശരി, ഞങ്ങൾ വീണ്ടും വരാം, അടുത്തോട്ടം വരാം. അപ്പം അതൊക്കെയാണ് ദീപം കുടുംബശ്രീ ചേച്ചിയുടെ. അടുത്തതായിട്ട് പറയാനുള്ളത് ഈ ഒരു കാറാണ്. ഈ കാറെന്ന് പറഞ്ഞാൽ ഈ ഒരു കാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് റോഡിൽ കൂടെ മാത്രമേ ഓടത്തുള്ളൂ. അല്ലല്ല, പിന്നെ വെള്ളത്തിൽ കൂടെ പോകും. ഈ കാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 4 ടയർ ഉണ്ടല്ലോ. സാധാരണ കാറില്ല, ഇത് നമുക്ക് എടുത്ത് ഓടിച്ചുകൊണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ഓടാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് നിട്ടേക്കാണ്. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ പണിക്കാരൻ്റെ വണ്ടി. സോറി, നമുക്ക് ഇവിടെ കയറിയാലോ? എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് സംഭവം സെറ്റാക്കി വെച്ചിരിക്കുന്ന നീ പ്രസംഗിക്കേ. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആദ്യ ടോപ്പിക്സ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ കാണുന്നത് കുളനട പഞ്ചായത്തിലെ ഒരു പാർക്കാണ്. ഈ പാർക്കിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു വിധത്തിലുള്ള പൈസ ചിലവുമില്ല. നിങ്ങൾക്ക് ഇതിന് പാർക്കിൽ കയറാൻ നിങ്ങൾക്ക് സാമ്പത്തിക എന്താണ് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നിങ്ങൾ പേര് എഴുതുക, അതുപോലെ വണ്ടിയുടെ നമ്പർ എഴുതി കൊടുക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്കതില്ലാതെ ഇതിനകത്തോട്ട് കയറാൻ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. കയറുക, ഇതിനകത്ത് കാണുക, അടിച്ചു പൊളിക്കുക. പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള മണ്ഡലത്തിൽ കുളനട പഞ്ചായത്തിലെ ഒരേ ഒരു ബ്ലോഗർ ആദി ടോപ്പിക്സിനെ 2 വാക്ക് സംസാരിക്കുവാനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കൈയുടെയൊക്കെ ആഡ് ചെയ്തോണേ. എന്നെ ഈ വേദിയിലേക്ക് 2 വാക്ക് സംസാരിക്കുവാനായി ക്ഷണിച്ച പ്രൊഫഷണൽ യൂട്യൂബർ ആദി ടോപ്പിക്സും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും വെട്ടവും വെളിച്ചവും ശബ്ദവും തന്ന് സഹകരിക്കുന്ന എഡ്ഗർ, ആദി ടോപ്പിക്സിൻ്റെ പ്രേക്ഷകരുടെയും 1000 നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അടുത്ത വീഡിയോ ഉടൻ എത്തുന്നതിൻ്റെ അറിയിപ്പിനായി ആ ബെൽ ബട്ടൺ കൂടി അമർത്തി നിങ്ങൾ തയ്യാറായിരിക്കുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇതാണ് ശംഖ്, ആർട്ടിഫിഷ്യൽ ശംഖാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശംഖ് കണ്ടുപിടിച്ചത് കോന്നട പഞ്ചായത്തിലാണ്. ആ ശംഖാണ് അവിടെ ഇരിക്കുന്നത്. ചൂണ്ടപ്പനയാണിത്, ചൂണ്ടപ്പന. പിന്നെ നിങ്ങൾ കാണുന്നത് വെച്ചാൽ മുഴുവൻ വള്ളിയാണ്. ഇത് കണ്ടോ, മൊത്തം വള്ളിയാണ്. ഈ കാണുന്ന മൊത്തം വള്ളികളാൽ ചുറ്റപ്പെട്ട എന്താണ് ഈ ഫോട്ടോയൊക്കെ എടുക്കാൻ നൈസായിരിക്കും ഇവിടെ വന്നു. അടിപൊളിയായിരിക്കും. അതോടൊപ്പം മുമ്പോട്ട് വരുന്നതോറും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാഴ്ച മോഹൻലാലിന് ശേഷം ഇവിടെ പുലിയെ തളച്ചിട്ടുള്ളത് ആദ്യത്തെ പിക്ചർ. ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിച്ച് ചാടാനാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചാടിയപ്പോൾ വലയിട്ട് പിടിച്ചതാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം ഇവിടെയാണ്. അവന് ഇവിടെ ഇഷ്ടപ്പെട്ടു. കോന്നട പഞ്ചായത്തിലെ ഒരേ ഒരു പുലി. അവന് ഇഷ്ടപ്പെട്ടു. പഞ്ചായത്തിലെ 2 പുലിയുണ്ട്. ഒന്ന് ടോപ്പിക്സും ഇതായി കടുവ. 2 കടുവകളുണ്ട്. അല്ല ഒരു സിംഹവും ഒരു കടുവയും. സിംഹവും കടുവയും. പിന്നെ ഇങ്ങോട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുതിരയെ വാങ്ങിച്ചു വെച്ചേക്കാം. ഒരു 4 എണ്ണം. കാശൊന്നും നോക്കിയില്ല. കുട്ടികൾ. ഇത് മറ്റേ RR പല്ലിൻ്റെ അടുത്ത് പോയി കിടക്ക്. ഒരു പഞ്ചായത്തിൽ പക്ഷേ 2 സിംഹം അവൈലബിൾ ആണ്. ഒരു കാട്ടിൽ 2 സിംഹത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ കോന്നട പഞ്ചായത്തിൽ 2 സിംഹം ഉണ്ട്. ഒന്ന് അതും ഒന്ന് ഞാനും. കമാൺ വരും. നമുക്ക് ഇവിടെ ഞങ്ങളുടെ വെല്ലുവിളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആനയെ കാണണം. അങ്ങനെ ആയപ്പം ഞാൻ ചൂട് വിലയ്ക്ക് ഡിസ്കൗണ്ട് വന്നപ്പോൾ ഒരു ആനയെ മേടിച്ചു. അതുപോലെ ഒരു കാര്യം പറയാം. ഈ പോകുന്നിടത്ത് ഈ വരുന്നിടത്തെല്ലാം നമുക്ക് ഇതുപോലെ വെള്ളം വാഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ കുടിക്കാനുള്ള വെള്ളം എല്ലായിടത്തും കാണും കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഒരു ചെയ്യുന്നുണ്ട്. ഇത് മരത്തിനകത്ത് പടിഞ്ഞു വെച്ചേക്കുന്നതാണ് ഓരോ രൂപങ്ങൾ. ഇത് എന്തൊക്കെയാണ് നമ്മൾ കണ്ട് പിടിക്കണം. നിങ്ങൾക്കല്ലേ മനസ്സിലായത്? ഒരു പൂ ഇവിടെ ഇനിയിപ്പോൾ താമസം. പിന്നെ കണ്ടുപിടിക്കാൻ നിന്ന നേരം പിന്നെ പെരുന്തച്ചൻ്റെ ഉളയും കൊണ്ട് മുങ്ങിക്കഴിഞ്ഞപ്പോൾ പണിഷ്മെന്റ് കൊടുക്കുക. ജിമ്മ് വർക്കൗട്ടിങ് അതുകൊണ്ട് കാണിക്കാൻ ഏതാ കാശ് എടുക്കാതെ ഇവിടെ വന്ന് ജിമ്മിന് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും വെച്ചേക്കുവാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് സംഭവം വേസ്റ്റ് ബിന്നത്. ഞാൻ പറഞ്ഞില്ല ചൂടുവാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, അതിന്റെ സംഭവം അതെല്ലായിടത്തും ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് ചെമ്പോയിലാറാണ്. ബാക്ക് കാണുന്നത് ചെമ്പോയിലാറാണ് ആ കാണുന്നത്. ഇവിടെ ഞാൻ ഒരു റീലൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വൈറലായിട്ടുള്ളൊരു റീലാണ് ഇൻസ്റ്റാഗ്രാമിൽ. വർക്കൗട്ട് ചെയ്യാനായിട്ട് കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 6 പാക്കിന് ഫ്ലെക്സിബിൾ ആകട്ടെ. എന്തൊക്കെ വിരിയണം ഇപ്പൊ. ഇത് പായ്ക്കിന് വേണ്ടിയുള്ള ഇത് കളിക്കുന്ന സാധനമാടാ. ചുമ്മാരിടാ. ഇത് ജിമ്മാ. ഗൈസ് നിങ്ങൾ പറ. ഓക്കെ. ഇങ്ങനെ പിടിക്കുമ്പോ എവിടെയൊക്കെ വരുന്നറിയാം. ഇവിടെ പിടിക്കും, ഇവിടെ പിടിക്കും. അപ്പൊ മേലോട്ട് പൊങ്ങി കഴിയുമ്പോ വയറ്റിലും പിടിക്കും,
പിന്നെ നമ്മള് കൈ കൊണ്ട് മേളിലും പിടിക്കും. നേരെ ഇങ്ങനെ ആക്കുക. അപ്പുറത്താ സെയിം അല്ലേ? അതെ. ഇപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ബാലൻസ് ഉണ്ട്. കൈ രണ്ടും ഇങ്ങനെ കറക്കുക. കണ്ടോ? ഇങ്ങനെ കറക്കുക. നല്ലതാണ്. ഇങ്ങനെ കറക്കുന്ന നല്ലതാണ്. ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംഭവം. പിന്നുള്ളത് ഇവിടെ സൈക്ലിങ്. വരും. എടാ അതിന് ഞാൻ വേണം. ഇതേപോലെ തന്നെ ഒരു സംഭവമാണ്. അപ്പുറത്തൂടെ ഒരാളുണ്ടെങ്കിൽ സെറ്റായിരുന്നു. അഗ്ഗർ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അഗ്ഗർ ഞാനിവിടെ ഇതിനകത്തെല്ലാം പക്ഷെ അത് സൗണ്ട് കിട്ടൂല. സൗണ്ട് കിട്ടൂല. കിട്ടൂലേ? പിന്നെ പൊശി പിടിക്കാൻ വേണ്ടി 30 30 ഇല്ല, രാവിലെ അടിച്ചു. ഇല്ല, വീഡിയോയ്ക്ക് വേണ്ടി. പിന്നെ അതായത് ബൈക്കിന് വേണ്ടി ഉണ്ടായിരുന്നു. ഇതും ബൈക്കിന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ ഇവിടെ ഉണ്ട്. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഭവങ്ങൾ. വെള്ളമാണോ? വ്യൂസിന് അതൊക്കെ വേണ്ടേ? ശരിയാ, പക്ഷെ വെള്ളമാണ് ജ്യൂസ്. നിങ്ങളെ ക്ഷമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മുമ്പേ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാല് നല്ല ഫ്ലെക്സിബിൾ. ഐ മീൻ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാലൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സംഭവമാണിത്. ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ കാലിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാലിൽ എന്താ പറയുക ഫ്ലെക്സിബിൾ ആവും. അതിന് ശേഷമുള്ളത് അതിനപ്പുറത്ത് കൊണ്ട് സെയിം സംഭവം തന്നെ. ചിന്നപ്പ് ഒരു 50 ഞാൻ എടുക്കാം. 3 4 5 ഇത് വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു റൈഡാണ്. അതെന്താ കണ്ടോ? ഗൈസ്, ആദ്യ ടോപ്പിക് ഈസ് ഡേർട്ടി മൈൻഡ്. വെരി വെരി ഡേർട്ടി മൈൻഡ്. അല്ലത് നല്ലത് ചെയ്യുന്നല്ലോ. കാരണം നമ്മുടെ കാലിനും എവിടെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഇതുണ്ടാവും. അപ്പം ഇതങ്ങനെ ചെയ്യാം. നടപ്പ് കണ്ട ഞാൻ പറയില്ലേ ആന മേടിച്ചു. അവിടെ മുറ്റത്ത് സ്ഥലമില്ല. അതാണ് പാപ്പൻ. അവന് വേല ചെയ്ത് തൽക്കാലത്തേക്ക് കൊണ്ടുപോകും. അപ്പം ഇതാണ് എന്റെ മണികണ്ഠൻ, കുട്ടിശങ്കരൻ. മണികണ്ഠൻ നെയിം ബോർഡൊക്കെ ഉണ്ട്. മണികണ്ഠൻ. അപ്പോ ഞങ്ങളുടെ മുറ്റത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട്, ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പാർക്കിൽ കൊണ്ട് നിർത്തിയേക്കുക. മണികണ്ഠൻ. അവനെന്തെങ്കിലും പറയാനുണ്ടോ? അവൻ പറയട്ടെ. എന്തെങ്കിലും പറയാനുണ്ടോ? ആനകൾ ചീറ്റാറേ ഉള്ളൂ. പിന്നെ ചെറുക്കൻ സംസാരിക്കും. കഴിച്ചോടാ ചേട്ടൻ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയേ ഉള്ളൂ. എന്തിനാ നോക്കുന്നേ? നീ ആരെയാ നോക്കുന്നേ? നീ ആരാടാ? ആരെയാ നോക്കുന്നേ? വാ മണികണ്ഠൻ. എന്താ മണികണ്ഠൻ അടുത്ത അടൂർ പൂരത്തിന് ഇറക്കാനുള്ള. പിന്നെ ഇവിടെ മണികണ്ഠൻ ഉണ്ടെങ്കിൽ മറ്റേ ബാഹുബലിക്കകത്തെ സാധനം കാണിച്ചേ.
ചവിട്ടി കയറാൻ അങ്ങോട്ട്. തുമ്പിക്കൈ ചവിട്ടി കയറാൻ അങ്ങോട്ട്. ഇവിടെ സ്റ്റേജ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, സ്റ്റേജ് റെഡി ആയിക്കൊണ്ടിരിക്കുക. യെസ്. ഈ ഇവരെയും കഴിഞ്ഞാൽ ആ മണ്ഡപത്തിൽ വെച്ച് എൻ്റെ കല്യാണമാണ് ഗൈസ്. എൻ്റെ കല്യാണം മിക്കവാറും ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം കാണും. എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അമ്മ കാണണം. അതിൻ്റെ ഒരു കുറവേ ഉള്ളതിന്. ഇതാണ് ഊഞ്ഞാൽ. ഊഞ്ഞാലോട്ടോ. അപ്പൊ അത്രയും അവിടുത്തെ ആ ഒരു സെക്ഷൻ അത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ എല്ലായിടത്തും വഴിവിളക്കുണ്ട്. കണ്ടോ, വഴിവിളക്ക് സംവിധാനമുണ്ട്. ഇതുണ്ടോ പിക്ചർ വരച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ഇതല്ലേ ഈ ആദ്യകാലത്തെ ഗുഹാചിത്രങ്ങളൊക്കെ ഇല്ലേ, ഏകദേശം അതേപോലത്തെ ഒരു ആർട്ടായത് ഇല്ലേടാ ഉണ്ട്. അതുകൊണ്ട് ആ മാനൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. മാന്, നക്ഷത്രം, ചന്ദ്രൻ, ഒരു ചേച്ചി, മയിലുകൾ, മാന്, ഒരു ചേച്ചി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയത്. ആർട്ട് പ്രിൻ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റാസി മുഹമ്മദ് പുള്ളിയുടെ കേട്ടോ. കാഞ്ചന സീത കൊള്ളാം. അപ്പോൾ ഇവിടെ ഇരിക്കാനായിട്ടൊരു സിറ്റിംഗ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മൾ അതുവഴിയാണ് വന്നത് കേട്ടോ. അങ്ങനെ കറങ്ങി നമ്മൾ വന്നത്. ഇപ്പം ഏകദേശം നിങ്ങൾ കുറേ സംഭവങ്ങൾ കണ്ടു. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൂടെ കഴിയുമ്പം ഇത് ഇവിടുത്തെ ഏകദേശം നമ്മൾ പരിപാടികളെല്ലാം കഴിയും. ഇതാ ഇതിനകത്ത് മീൻകുളം കേട്ടോ. ഇത് മീൻകുളമാണ്. നൈസല്ലേ? അപ്പോൾ നമ്മളിതാ അതാ പാർക്ക്. അതുവഴി നമ്മൾ ഇങ്ങനെ നടന്ന് അപ്പോൾ ഇതുവഴി വരുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ കണ്ടോ മേളിൽ ഏറുമാടമുണ്ട്. ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരത് ഓഫാക്കിയിട്ടേക്കുക. ഇത് വെള്ളച്ചാട്ടമായിരുന്നു. അപ്പോൾ അത് ഓഫാക്കിയിട്ട് അടിയിൽ കല്ലിറക്കുന്നുണ്ടോ. അതായത് കണ്ട ഈ പടികൾ കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ട്രീ ഹൗസാണ്. ഒരു സമയം 6 പേർക്ക് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ ബാ കയറി നോക്കാം. നമ്മൾ ട്രീ ഹൗസിനുള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് സംഭവം. നമ്മളൊന്ന് പാർക്കതാ അതുവഴി ഇങ്ങനെ അകത്തൂടെ കറങ്ങി ആ വഴി കൂടെ ഇങ്ങനെ വന്ന് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മളിപ്പോൾ ട്രീ ഹൗസിൻ്റെ മുകളിലേക്ക്. ഇവിടെ വെട്ടം കുറവ് കേട്ടോ, മഴയുണ്ട്, വെട്ടം കുറവ് കണ്ട. ഇതാ നമ്മൾ മുമ്പേ ഞാൻ കാണിച്ച വാട്ടർഫോൾസ്. ആർട്ടിഫിഷ്യലാണ്, വാട്ടർഫോൾസാണ്. അതിപ്പോൾ അവർ ഓഫാക്കിയിട്ടേക്കും, മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. നല്ല വെയിൽ സമ്മറിലൊക്കെ കിടി വരും. പക്ഷെ മണ്ടയൊക്കെ പൊട്ടി കേട്ടോ. ഇതിൻ്റെ മുകളിലൊക്കെ പൊട്ടി. അവരത് സെറ്റാക്കും, കളറൊക്കെ എടുക്കുക. രാത്രിയിൽ ഇവിടെ ലൈറ്റ് ഇടും, കിടുക. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ പൊളി ഇതിനകത്ത് നിൽക്കാൻ. സമ്മറിൽ വരണം. സമ്മറിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു വൈബ് കിട്ടുന്നത്. അടിപൊളി. സമ്മറിൽ വന്നാൽ ഭയങ്കര വൈബാണ് ഇതിനകത്ത് ഇരിക്കാൻ. ട്രീ ഹൗസിൽ ഞങ്ങളിവിടെയൊക്കെയാണ് മെയിനായിട്ട്. എല്ലാ ദിവസവും മിക്ക ദിവസം വരും ഇവിടെ വരും. എന്നിട്ട് ആ കണ്ടില്ല മുമ്പ് എക്സസൈസ് ചെയ്യുന്നത്, അതിനകത്ത് കയറിയിരുന്നവർ റെഡിയൊക്കെ ചെയ്യുക. ഇതിൻ്റെ ക്ലാസ് ഇല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വരും മിക്ക ദിവസം. ആട് ജീവിതത്തിലെ ആടും മിൽമയുടെ പശു രണ്ടുകൂടെ മിക്സഡായിട്ടുള്ളൊരു മിശ്രിതമാണ് ഈ കാണുന്നത്. മിൽമയുടെ പരിസ്ഥിതി കണ്ടിട്ടില്ലേ? ആ പശു ആട് ജീവിതത്തിലെ ആടും മിക്സഡായിട്ടുള്ളൊരു മിശ്രിതമാണത്. പിന്നെ അതാ കോഴി സണ്ടക്കോഴിക്കകത്തെ കോഴി. അയ്യ ധനുഷിൻ്റെ വ്ലോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്താ ഇവനീ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ വ്ലോഗ് എന്ന് വെച്ചാൽ ഈ കാണിക്കുക പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാര്യമോ. കാരണം നമ്മൾ വേറെ ജില്ലയിലൊക്കെ പോയി അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ പാർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ സ്വന്തം ജില്ലയിൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം വരുമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ കാര്യമോ. പിന്നെ ഈ ഒരു സ്ഥലം കാണിക്കുന്നത് വെച്ചാൽ ചുമ്മാ ഇതിങ്ങനെയാണ് ഇന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടും പിന്നെ ഞാനായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ കാണിച്ചാലല്ലേ അതിനൊരു സംതൃപ്തി വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഇതിനകത്ത് സിനിമാറ്റിക് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളും ഒക്കെയാണ് ഇവിടെ. അപ്പോൾ അതായത് നിങ്ങൾ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരിത് ഫീൽ ചെയ്യത്തില്ല. അതായത് ഒരു ചൂടിൻ്റെ ഒരു ഇതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ഇവിടെ. അതങ്ങനെ എന്നിട്ട് തിരിച്ചിറക്ക്. തിരിച്ചിറക്ക്. എന്നിട്ട് നല്ല സ്പീഡിൽ കറങ്ങിയിട്ട് തിരിച്ചിറക്ക്. എന്നിട്ട് തിരിച്ചിറക്ക്. അങ്ങനെ എന്നിട്ട് തിരിച്ചിറക്ക്. അതിനകത്ത് പിടിച്ച് ഇങ്ങനെ കറക്കിയിട്ട് തിരിച്ചിറക്ക്. അങ്ങനെ തന്നെ നിന്നാൽ മതി. കറക്ക്. സ്പീഡിൽ കറക്ക്.
എന്നിട്ട് തിരിച്ചിറക്ക്. ആ സ്പീഡിൽ തന്നെ നിർത്തിയിട്ട് തിരിച്ചിറക്കണം. ആ അപ്പോൾ ഒരു പിടുത്തം വരത്തില്ലേ? ആ അതാ ആ ആ ആ അത് രണ്ട് രീതിയിൽ ഇറക്കി, രണ്ട് കൈ രണ്ട് രീതിയിൽ ഇറക്കി, രണ്ട് കൈ രണ്ട് രീതിയിൽ ഇറക്കി നോക്കി. ആ അതങ്ങോട്ടും ഇതിങ്ങോട്ടും. ആ ആ അങ്ങനെ. ആ നോക്കി. ആ കറക്ക്, ബ്രെയിൻ അങ്ങോട്ട് വർക്ക് ചെയ്യട്ടെ. ആ അത് സെറ്റാക്കണം. അതങ്ങോട്ട്. അതെ അതെ. ആകെയുള്ളൊരു പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെട്ടം കുറവായിപ്പോയി ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം. ഇപ്പോൾ ഫുള്ള് മഴയൊക്കെ ആണല്ലോ, പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്ന ആരൊക്കെയാണ് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളത് കമൻറ്റ് ചെയ്താലേ എനിക്കറിയാം ഇന്ന ആൾക്കാരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത്. എൻ്റെ കമൻറ്റ് ചെയ്യുന്നവരുണ്ട്, അങ്ങനല്ല. കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. 1K വ്യൂസ് ഉണ്ടായാലും ലൈക്ക് വളരെ കുറവാണ്, പക്ഷേ നിങ്ങളെല്ലാം വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഞാനൊക്കെ ഒന്ന് വളർന്നു വരട്ടെ. ഇല്ലടാ, ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടട്ടെ. സപ്പോർട്ട് ചെയ്യുക, നല്ല വീഡിയോസ് ചെയ്യുക. ഇപ്പോൾ ചെറിയൊരു ഡിലേ ആയിട്ട് ഇരിക്കുക. ഉടനെ യൂട്യൂബ് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നീ അത് ശ്രദ്ധിക്കണം അല്ലേ? നീ എന്തൊക്കെ ശ്രദ്ധിക്കണം വീഡിയോയിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നീ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നീ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നീ ചെയ്ത വീഡിയോ നൈസാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം, ഞാൻ അറിയട്ടെ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. എല്ലാ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പറയാനുണ്ടെങ്കിൽ, പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അറിയിക്കാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും പ്രൊമോഷനൊക്കെ ചെയ്യുന്നത്, യൂട്യൂബിൽ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രൊമോഷനൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെറ്റ് ആവട്ടെ, ഞാനിവിടൊക്കെ ഒന്ന് വൈറലാവട്ടെ. ശരി, ലേഡീസ് ആൻഡ് ബൈ, ദിസ് ഈസ് യുവർ ബോയ് ആദിത്യ പിക്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അൻ എംഇസി.